നമസ്കാരം. ഒറ്റ ദിവസം കൊണ്ടാണ് ടീം ഇന്ത്യയുടെ കിരീട സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സെമി കടക്കണമെങ്കിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും ടീം ഇന്ത്യക്ക്. പരാജയത്തെക്കാൾ അതിന്റെ മാർജിനാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ തകർത്തിരിക്കുന്നത്. സൂപ്പർ 8-ൽ ഇന്ത്യക്കിനി ബാക്കിയുള്ളത് വെറും 2 മത്സരങ്ങൾ മാത്രം. ഈ രണ്ടിലും ജയിച്ചാൽ പോലും ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാൻ സാധിക്കില്ല എന്നതാണ് ഖേദകരമായ ഒരു സത്യം. ഇനി ഇന്ത്യയുടെ സെമി സാധ്യതകൾ എങ്ങനെയാണ് വിശദമായി നോക്കാം. സൂപ്പർ 8-ലേറ്റ വൻ തോൽവി തന്നെയാണ് സൂര്യകുമാർ യാദവിനും കൂട്ടർക്കും ഇനിയുള്ള മത്സരങ്ങളിലും തിരിച്ചടിയാകാൻ പോകുന്നത്. ആദ്യം ബാറ്റിംഗിലും പിന്നീട് ബൌളിംഗിലും ഇന്ത്യയെ നിഷ്പ്രഭരാക്കിയ സൗത്ത് ആഫ്രിക്ക 76 റൺസിന്റെ കൂറ്റൻ വിജയമാണ് ആഘോഷിച്ചത്. അവർ നൽകിയ 188 റൺസിന്റെ ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ഇന്ത്യക്ക് 20 ഓവർ പോലും തികച്ച ക്രീസിൽ നിൽക്കാനായില്ല. വെറും 111 റൺസിന് കൂടാരം കയറിയ ടീം. ഇതോടെ സൂപ്പർ 8-ൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് ഇന്ത്യ വീണിരിക്കുകയാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അലട്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 2 മത്സരം, അതായത് വരാൻ പോകുന്ന 2 മത്സരവും ജയിച്ചാലും സെമി ബർത്ത് ഉറപ്പാക്കാൻ സാധിക്കില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. -3.800 എന്ന വളരെ മോശം നെറ്റ് റൺ റേറ്റിലേക്കാണ് ഇന്ത്യ കൂപ്പുകുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സെമി ഫൈനൽ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതും ഈ ഒരു ഫാക്ടർ തന്നെയാണ്. ഇത് മെച്ചപ്പെടുത്തണമെങ്കിൽ ഇനിയുള്ള 2 മത്സരങ്ങളും വൻ മാർജിനിൽ ഇന്ത്യക്ക് ജയിക്കണം. ഇനി ജയിക്കുക എന്നത് മാത്രമല്ല, തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വന്നാലും ഭാഗ്യം കൂടി ഇന്ത്യയെ പരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിൽ ദക്ഷിണാഫ്രിക്കയുടെ പ്രകടനമാണ് ഇന്ത്യക്ക് ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത്. ശേഷിച്ച 2 മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവർക്കെതിരെ സൗത്ത് ആഫ്രിക്ക ജയിക്കണം. ഇത് സംഭവിച്ചാൽ സൗത്ത് ആഫ്രിക്ക 6 പോയിന്റോടെ ഗ്രൂപ്പ് ജേതാക്കളായി സെമിയിലേക്ക് മുന്നേറും. ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ജയിച്ചെങ്കിൽ മാത്രം ഇന്ത്യക്ക് 4 പോയിന്റുമായി 2ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യാൻ സാധിക്കും. വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നിവയിൽ ഒരു ടീമിന് പരമാവധി നേടാൻ സാധിക്കുക 2 പോയിന്റ് മാത്രമായിരിക്കും. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വിൻഡീസോ സിംബാബ്വെയോ ഒരു അട്ടിമറി വിജയം കുറിച്ചാലും ഇന്ത്യയുടെ കാര്യം വെള്ളത്തിലാകും. 3 ടീമുകൾ അപ്പോൾ ഒരേ പോയിന്റും നേടി ഒപ്പം എത്താനുള്ള സാഹചര്യവും ഉണ്ടാകും. ഇവരിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ഉള്ള 2 ടീമുകളായിരിക്കും സെമിയിൽ എത്തുക. ആദ്യ 2 മത്സരത്തിലൂടെ തന്നെ മോശം നെറ്റ് റേറ്റ് ലഭിച്ചതിന്റെ ദോഷം ഇന്ത്യക്ക് അപ്പോഴായിരിക്കും വിനയായി മാറാൻ പോകുന്നത്. 26-ന് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ സിംബാബ്വെക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. പിന്നാലെ മാർച്ച് 1-നാണ് അവസാന മത്സരം. 2 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസ് ആണ് അതിനെതിരാളികൾ. ഈ 2 മത്സരങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം തന്നെ ഇന്ത്യ പുറത്തെടുക്കേണ്ടി വരും. ഈ മത്സരങ്ങൾ ഡു ഓർ ഡൈ പോരാട്ടം തന്നെയാകും അക്ഷരാർത്ഥത്തിൽ. ചെറിയ കണക്കുകൾ പോലും ഇന്ത്യയുടെ ലോകകപ്പ് ഭാവി തീരുമാനിക്കും. ഏതെങ്കിലും ഒന്നിൽ തോറ്റാൽ സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും സെമി ഫൈനൽ സാധ്യതകൾ അതോടെ അസ്തമിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല മാർജിനിൽ ജയിക്കാൻ ഇന്ത്യ കഷ്ടപ്പെടുകയും വേണം. അതേസമയം ഇനിയുള്ള മത്സരങ്ങളിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കാനായി പ്രാർത്ഥിക്കുകയും വേണം. ഈ ടൂർണമെന്റിൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ സിംബാബ്വെയെയും വെസ്റ്റ് ഇൻഡീസിനെയും വലിയ മാർജിനിൽ പരാജയപ്പെടുത്തുക എന്നത് ഇന്ത്യക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ബാറ്റർമാരുടെ പ്രകടനം മറ്റ് 2 ടീമുകളുടെ പ്രകടനം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശമാണെന്ന് പറയാതിരിക്കാനാകില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ ജയം ആവർത്തിച്ചിരിക്കുമ്പോഴും ബാറ്റർമാരുടെ നിലവാരത്തെക്കുറിച്ച് വിമർശനങ്ങൾ പലതവണ വന്നിരുന്നു. ടോപ്പ് ഓർഡർ ഇളകിയാൽ ചീട്ടുകൊട്ടാരം പോലെ വീഴുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ വിക്കറ്റുകൾ. ഇതിൽ നിന്ന് ഇനിയും പാഠം ഉൾക്കൊണ്ടില്ല എങ്കിൽ ലോകകപ്പ് വരെ കൈവിട്ടു പോകും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിന് മുൻപ് വരെ ഇന്ത്യയെ തടുക്കാൻ ഒരു ടീമിനും സാധിക്കില്ല എന്ന തരത്തിലുള്ള അമിത വിശ്വാസം വളരെയേറെ ഉണ്ടായിരുന്നു. പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ചിന്തിക്കാതെ വിജയക്കണക്കുകൾ മാത്രം പറഞ്ഞ് ആത്മവിശ്വാസം കാട്ടി. ഒറ്റ ദിവസം കൊണ്ട് ഒരു ടീമിന്റെ തന്നെ തലവര മാറുന്നതാണ് നാം കണ്ടത്.